ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ 2 ദിവസം മുമ്പ് ഫ്ലെക്സീഡ് വെച്ചിട്ട് ജെൽ ഉണ്ടാക്കിയായിരുന്നു. ഹെയർ തലയിൽ പറ്റാനായിട്ടുള്ള ജെൽ റെഡിയാക്കിയായിരുന്നു ഫ്ലെക്സീഡിൻ്റെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടേ, ഇതാണ് ജെല്ല്. കണ്ടോ, ഇങ്ങനെ ജെല്ല് രൂപത്തിൽ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാനത് ഹെയറിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, അങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ കയ്യിലിങ്ങനെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടോ, വെള്ളമല്ല, ജെല്ലാണ്. ഓക്കെ, അപ്പോൾ ഈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഹെഡിൽ അപ്ലൈ ചെയ്യണം. നമ്മളിങ്ങനെ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഫുൾ ഹെഡിൽ ഇങ്ങനെ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് അതിങ്ങനെ അപ്ലൈ ചെയ്യണം. അതിങ്ങനെ ജെൽ രൂപത്തിലായതുകൊണ്ട് അതിങ്ങനെ ജെല്ല് പോലെ തന്നെ അതങ്ങ് ഒഴുകി പോകും. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഫുൾ ഹെയറിൽ നമ്മളിത് അപ്ലൈ ചെയ്യും. ആദ്യം ഇപ്പം പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ ഫുൾ അപ്ലൈ ചെയ്യണം. ഇപ്പം അപ്ലൈ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ ഈ താരനൊക്കെ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നിടത്ത് ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുൾ ഹെഡിൽ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. നമ്മുടെ ടിപ്സ് വെച്ചിട്ടാണ്, നഖം യൂസ് ചെയ്യാതെ ടിപ്സ് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലതാണ് ഇത്. കാരണം ഇതിനകത്ത് ഞാൻ അന്ന് കാണിച്ചു തന്നായിരുന്നല്ലോ, നമ്മുടെ കറി ലീവ്സ്, കരിയാപ്പില, പിന്നെ ഫ്ലെക്സീഡ്, പിന്നെന്തുവാ ഉലുവ, ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ്. ഇത് ഇനി ഒരു 2 മണിക്കൂർ ഇങ്ങനെ വെക്കേണ്ടതാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഹെഡ് ഫുള്ളും ഇത് വെച്ചിട്ടൊന്ന് ഇത് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയറിൽ ഫുള്ള് ഇത് തേച്ച് പിടിപ്പിക്കണം. നല്ലതാണ്. ഓക്കെ, അപ്പം കൂടുതൽ മുടിയുള്ളവർക്ക് ഇതൊരു കുറേ പാർട്ടീഷനായിട്ട് എടുക്കാം. ഇതിപ്പോൾ എനിക്ക് കുറച്ച് മുടിയേ ഉള്ളൂ. എനിക്ക് മുടിക്ക് നീളം മാത്രമേ ഉള്ളൂ. എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനുള്ള കെയറിങ് എല്ലാം ചെയ്യും. എന്നാലും നമുക്കുള്ളതുപോലെ, എന്നാലും എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇത് പുരട്ടിയിട്ട് എനിക്ക് നല്ല ഒരു മാറ്റം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ അങ്ങ് ഫുള്ളായിട്ട് നിൽക്കുമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും നോർമലായിട്ടൊരു ഇത്ര മുടി കൊഴിയും എന്നുണ്ട്. ആ മുടി കൊഴിയും. പിന്നെ ചിലരുടെ മുടിക്ക് നല്ല ഉള്ളായിരിക്കും, ചിലർക്ക് അത്ര ഉള്ളു കാണൂല.
പക്ഷെ മുടി വേണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഉള്ള മുടിയെ നല്ല രീതിയിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല ഷൈനിങ് തരും, നല്ല ഹെൽത്തി മുടിയാക്കി തരും. നമ്മളുടെ ഉള്ള മുടിയെ നല്ലോണം നോക്കും. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്ത് ഇനി ഇതൊരു 2 hours ഇങ്ങനെ തന്നെ വെച്ചേക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും വെള്ളത്തിൽ വീണ പൂച്ചയെന്ന്. പക്ഷെ ഉള്ള മുടി നമുക്ക് വലുതാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു 2 hours ഞാനിങ്ങനെ വെച്ചേക്കും. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് നമ്മൾ നോർമൽ വെള്ളത്തിൽ നമ്മളിത് വാഷ് ചെയ്യും. നോർമൽ വെള്ളത്തിൽ ഇത് വാഷ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ ഇത് വാഷ് ചെയ്തതിന് ശേഷം ആദ്യം ചെയ്യുന്നത്, ഇതിപ്പോൾ അങ്ങ് ഉണങ്ങുമല്ലോ. എനിക്കിപ്പോൾ ഹെഡ് ക്യാപ്പ് ഒന്നുമില്ല, ഹെയർ ക്യാപ്പ് ഒന്നുമില്ല ഇങ്ങനെ വെക്കാൻ. ഞാനിതിങ്ങനെ തൂത്ത് വെച്ചേക്കും 2 hours. ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ജെല്ലിങ്ങനെ വെച്ചേക്കും. കണ്ടോ, കുറച്ച് ജെൽ ഞാൻ വെച്ചേക്കും. കുറച്ച് സമയത്ത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ തേച്ച് കൊടുക്കും, കാരണം ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. ഇത് നമ്മൾ ജെല്ല് രൂപത്തിൽ തന്നെ ആക്കണം കേട്ടോ, കാരണം ഇല്ലെങ്കിൽ ജെല്ല് രൂപം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഒഴുകും. നമുക്കത് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പം ഇങ്ങനെ വെച്ചേക്കുക, 2 hours ഇതിങ്ങനെ വെക്കണം. പിന്നെ ഇത് നല്ലതാണ് കേട്ടോ. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇത് വാഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ വെള്ളത്തിൽ ആദ്യം വാഷ് ചെയ്യുക. നോർമൽ വാട്ടറിൽ ഞാൻ ചെയ്യുന്നത് റണ്ണിങ് വാട്ടറിൽ അങ്ങോട്ട് ഹെഡ് കാണിച്ച് കൊടുത്തിട്ട് നല്ലോണം ആദ്യം വാഷ് ചെയ്തിറക്കും. വാഷ് ചെയ്ത് ഇറക്കിയതിന് ശേഷം നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഷാമ്പു ഏതായാലും മതി. നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഇത്ര അളവിൽ നമ്മൾ എടുക്കുമല്ലോ, അത് അതിൻ്റെ അകത്തിട്ട് ഒരു 1/4 ഭാഗം വെള്ളം എടുക്കും. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ആ ഷാമ്പു 1/4 ഭാഗം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ തേക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ തന്നെ കണ്ടീഷണറും യൂസ് ചെയ്യും. എന്നിട്ട് ഉണക്കിയെടുക്കും, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ലൈറ്റ് ഷാമ്പൂസ് വേണം ഇതിന് യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് വെള്ളം എന്ന് പറഞ്ഞത്. 1/4 കപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ വാഷൊക്കെ ചെയ്ത് ഡ്രൈക്കായി കാണിച്ചു തരുന്നത് ഇനി എപ്പോഴാണ്. ഓക്കെ, എങ്കിൽ പിന്നെ ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്. നോർമൽ രീതിയിൽ നമ്മൾ റണ്ണിങ് വാട്ടറിൽ ആദ്യം വാഷ് ചെയ്യുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നമ്മൾ എടുക്കുന്ന ഷാമ്പൂവിൻ്റെ അളവ് എപ്പോഴും എത്ര എടുക്കുന്നത് വെച്ചാൽ അത്ര ഒഴിക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഹെഡിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച്, ഈ ജെല്ലായതുകൊണ്ട് ഇതിച്ച് പോകാൻ താമസം എടുക്കും, അപ്പം അത് കളയുക. എന്നിട്ട് കണ്ടീഷണർ തൂക്കുക. കണ്ടീഷണർ തൂത്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങൾ ഡ്രയറൊന്നും യൂസ് ചെയ്യണ്ട. നോർമലായിട്ട് നമ്മളിന്ന് അവധിയുള്ള ദിവസമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. കാരണം എല്ലാം അത് ഉണങ്ങിയെല്ലാം കിട്ടാൻ ഇത് അപ്ലൈ ചെയ്തതിന് 2 hours വെച്ചേക്കണ്ടേ. അപ്പം അങ്ങനെ. ഓക്കെ ഫ്രണ്ട്സ്, എങ്കിൽ ഓക്കെ, ബൈ. ഓക്കെ, ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.